ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. തുടരും എന്ന സിനിമ ഇനിയും കാണാത്ത പ്രേക്ഷകരോടാണ് എനിക്ക് പറയാനുള്ളത്. ലാലേട്ടൻ്റെ വിസ്മയം 2025 പിറന്ന ലാലേട്ടൻ്റെ വിസ്മയം ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി തിയേറ്ററിൽ പോയി തന്നെ കാണുക. കാരണം ഇപ്പോഴും 200 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചതിന് ശേഷവും ഇപ്പോഴും തിയേറ്ററിൽ ഒരുപാട് സിനിമകൾ ഇപ്പോഴും മലയാള സിനിമയിൽ നിന്ന് ഇപ്പോൾ പ്രദർശനം ആരംഭിച്ചു കൊണ്ടിരിക്കുമ്പോഴും തുടരും എന്ന തരുൺമൂർത്തി സിനിമ ഇപ്പോഴും നിറഞ്ഞ സദസ്സുകളോടെ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വർഷം റിലീസായിട്ടുള്ള 2025 ലാലേട്ടൻ്റെ ആദ്യത്തെ ചിത്രം തന്നെയാണ് എമ്പുരാൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ലൂസിഫർ എന്ന ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമായിട്ട് റിലീസായിട്ടുള്ള എമ്പുരാൻ എന്ന സിനിമ പൃഥ്വിരാജ് സുകുമാരൻ ഒരുപാട് ഹാർഡ് വർക്കും എഫേർട്ടും എടുത്തൊരു സിനിമ തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമ തന്നെയാണ്. തുടരും എന്ന സിനിമയേക്കാൾ കളക്ഷൻ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ എമ്പുരാൻ എന്ന സിനിമയ്ക്ക് തന്നെയാണ്. 265 കോടിയോളമാണ് കളക്ഷൻ നേടിയെന്നൊക്കെയാണ് അറിയപ്പെടാൻ കഴിഞ്ഞത്. എന്നാൽ ആ ഒരു സിനിമയേക്കാൾ എത്രയോ പതിമടങ്ങ് സ്നേഹമാണ് ആളുകൾ ഈ ഒരു സിനിമയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് കരുതി പൃഥ്വിരാജ് ഒരു നല്ല സംവിധായകനല്ല എന്നല്ല ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം നല്ലൊരു ഡയറക്ടർ തന്നെയാണ്. അത് നമുക്ക് ലൂസിഫർ എന്ന സിനിമയിൽ നമുക്ക് ശരിക്കും ബോധ്യപ്പെട്ടത് തന്നെയാണ്. ശരിക്കും ഒരു ഫാൻ ബോയ് എന്ന നിലയിൽ ലാലേട്ടനെ വെച്ചിട്ട് കിടിലമായിട്ട് ചെയ്തൊരു ഡയറക്ടർ തന്നെയാണ് പൃഥ്വിരാജ്. പക്ഷേ അദ്ദേഹം രണ്ടാമത് പതിപ്പായിട്ട് ഇറക്കിയ എമ്പുരാൻ എന്ന സിനിമയിൽ ചെറിയ പാളിച്ചകൾ വന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. അതേ മറിച്ച് തരുൺമൂർത്തി ഇവിടെ ചെയ്ത ലാലേട്ടനെ വെച്ച് ചെയ്ത സിനിമയാണ് തുടരുമെന്ന സിനിമ. അതിൽ ശരിക്കും പൃഥ്വിരാജിനെ പോലെ തന്നെ നല്ലൊരു ഫാൻ ബോയ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ക്ലോസപ്പ് ഷോട്ടുകൾ ലാലേട്ടനെ ചെയ്യാൻ സാധിച്ചു. അത് മാത്രമല്ല ഒരു ലാലേട്ടൻ ഫാൻ, അതായത് മോഹൻലാൽ ഫാൻ എന്ന നിലയിൽ എങ്ങനെയൊക്കെയാണ് പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന് തരുൺമൂർത്തിക്ക് ശരിക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ പല ഷോട്ടുകളും അതുപോലെ തന്നെ ലാലേട്ടൻ്റെ പല ഫൈറ്റ് സീനുകളും അല്ലെങ്കിൽ ഓരോ ഡയലോഗ് ഡെലിവറി എല്ലാം വളരെയധികം കൃത്യമായി ഒപ്പിയെടുക്കാൻ തരുൺമൂർത്തിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അത് ശരിക്കും മലയാളികൾക്ക്, കാരണം ഓരോ പ്രേക്ഷകർക്കും ശരിയായ രീതിയിൽ ആസ്വദിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പടത്തിന് ഇത്രമേൽ വിജയം കൈവരിക്കാൻ സാധിച്ചതും. എന്തിനേറെ പറയുന്നത്, എമ്പുരാൻ എന്ന സിനിമയോട് മുട്ടി നിൽക്കുകയാണ് ഇപ്പോൾ കളക്ഷൻ റിപ്പോർട്ടെല്ലാം എടുത്ത് നോക്കുകയാണെങ്കിൽ. ആ ഒരു തരത്തിൽ മാറി ഈ ഒരു സിനിമയുടെ വിജയം. എല്ലാ പ്രേക്ഷകരും, ഇത് മാത്രമല്ല സെലിബ്രിറ്റികളടക്കം ഒരുപാട് തവണ ഈ ഒരു സിനിമയെ പ്രശംസിക്കുന്നതുമായി അവരും കണ്ടതാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്, ലാലേട്ടൻ തുടച്ചു നിൽക്കാൻ പരമാവധി വരെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് പരാജയ ചിത്രങ്ങൾ വന്നപ്പോൾ ലാലേട്ടൻ ഇനി ഇവിടെ തുടരുകയില്ല, അദ്ദേഹത്തിൻ്റെ സ്ഥാനം എപ്പോഴും എടിഞ്ചു പോയി, പ്രായമായില്ലേ, ഇനി ഫീൽഡിലൊന്നും നിൽക്കാതെ ചെറുപ്പക്കാർക്ക് എല്ലാം അതിൻ്റേതായിട്ടുള്ള വഴികൾ ഒരുക്കി കൊടുക്കും എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഈ ഒരു സിനിമ മാത്രം മതി ലാലേട്ടൻ്റെ. എത്ര പരാജയ ചിത്രങ്ങൾ വന്നാലും തൻ്റെ പ്രേക്ഷകരെ പിടിച്ചു നിർത്താൻ ഒരൊറ്റ സിനിമ മാത്രമേ അദ്ദേഹം ഇനി തുടരുക തന്നെ ചെയ്യും.